അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നതായിരുന്നു. അതിൻ്റെ തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഞാൻ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. നോക്കിക്കേ, ദ ട്രേഡിംഗ് അക്കൗണ്ട് ഓൺലി റിവീൽസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് മാത്രമേ ചെയ്യുള്ളൂ, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് മാത്രമേ റിവീൽ ചെയ്യുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് നെസസറി ടു അസർട്ടൈൻ ദ ബിസിനസ് ഫൈനൽ പ്രോഫിറ്റ് ഓ ലോസ്. അതായത് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൈനലായിട്ടുള്ള പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, അഥവാ നെറ്റ് പ്രോഫിറ്റ് എന്താണ്, നെറ്റ് ലോസ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഗ്രോസ് പ്രോഫിറ്റ് ആണ് പറയുന്നത്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫിഗർ ആണെന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ഗ്രോസ് ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, ലോസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, ഡെബിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ആൻഡ് ലോസ് സൈഡ് എന്നുള്ളതാണ്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ്ലി വന്നിട്ടുള്ള ചിലവുകളല്ല എന്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാലറി കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ് കൊടുക്കേണ്ടത്, ഈ പറയുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് കൊടുക്കേണ്ടത്, ഇൻഡയറക്റ്റ് ഇൻകം ആണ് കൊടുക്കേണ്ടത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എന്താണോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു ബിസിനസ് കൂടാതെ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഇൻകം വരാനുണ്ട്, ഈ മെയിൻ ബിസിനസ്സായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് റെൻറ്റിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റെൻറ്റ് റിസീവ്ഡ്, എന്തെങ്കിലും തരത്തിലുള്ള കമ്മീഷൻസ് റിസീവ് ചെയ്തു, കമ്മീഷൻ റിസീവ്ഡ്, ഇങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടാൽ നിങ്ങളത് എവിടെ എഴുതണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് എഴുതണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ അവിടെ പറയുന്ന കാര്യം. ഇനി ലാസ്റ്റ് നോക്കുക, ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്തു, കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കുക, നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലും, ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളെ ഡെബിറ്റ് സൈഡിലും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകത്തിനെ എവിടെയുമാണ് എഴുതേണ്ടത്, ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. അപ്പോൾ റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, അതെല്ലാം എന്താണ്,
ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകമാണ്. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. നേരെ മറിച്ച് ആ പറയുന്ന ബാഡ് ഡെപ്റ്റിനെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകമാണ്. അപ്പോൾ കൊടുത്തത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതെവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? എല്ലാ തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകവും എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ അതിനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളത് ക്ലിയർ ആയിട്ട് നോക്കുക. കുറച്ച് ഐറ്റംസും കൂടെ വരുന്നുണ്ട്. ദാ ഈ സൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോമാറ്റ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. നിർബന്ധമായിട്ടും വീണ്ടും വീണ്ടും ഇത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിലും ആണ് എഴുതേണ്ടത്. ഇനി വേജസ് വീസസ് സാലറി റൂളാണ് പറയുന്നത്. വേജ് എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലും, സാലറി എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമാണ് വരുന്നത്. വേജ് എന്ന് പറയുന്നത് ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസും സാലറി എന്ന് പറയുന്നത് അത് ഓഫീസിൽ കൊടുക്കുന്ന എക്സ്പെൻസുമാണ്. പിന്നെ പറയുന്നതാണ് വേജ് ആൻഡ് സാലറി എന്നാണ് വരുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമാണ് കൊടുക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേജ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ, സാലറി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. വേജ് ആൻഡ് സാലറി എന്ന് പറയുന്ന ഹെഡിങ് ആണ് വരുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമാണ് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് പറയുന്നത് ക്യാരേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് റൂളിനെ കുറിച്ചാണ്. ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാരേജ് ഔട്ട്വേർഡും ഉണ്ട്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ പർച്ചേസ് ആണ്, പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടോപ്പിക് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വേറെ തന്നെയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇവിടെ എന്താ ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കൊണ്ട് നടക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണല്ലോ അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റോ മെറ്റീരിയലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യം ചുമന്ന്, അതായത് ചുമട്ട് കൂലി എന്നാണ് അതിൻ്റെ ഒരു മലയാളം എന്ന് പറയുന്നത്, അത് നമ്മുടെ ഫാക്ടറിയിലേക്ക് എത്തിക്കുക. പർച്ചേസ് ചെയ്ത സാധനം ഉള്ളിലേക്ക് കൊണ്ടുവരിക, ഇൻവേർഡ്, അതാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്വേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനത്തിന് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മളത് പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ, അതിന് ചുമട്ടുകൂലി കൊടുക്കണ്ടേ, അതാണ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എല്ലാ തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ അത് എവിടെ വരിക? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. എല്ലാ തരത്തിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എവിടെയാണ് വരുന്നത്? ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. അത്രയും മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെല്ലാം എവിടെയാണ് വരുന്നത്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക, ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടെയാണ്, ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ് അതെവിടെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കൊണ്ടുവരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ പ്രോബ്ലത്തിൽ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എവിടെയും എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കളയാനായിട്ടുള്ളതാണ്. ബാലൻസ് ഷീറ്റ് പഠിപ്പിക്കുന്ന സമയത്ത് മിസ് അവിടെ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ഓൾറെഡി മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ മേലെ ഇനിയും സ്ട്രെസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം. വേറെ ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു കാര്യം കൂടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ച സമയത്ത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും ക്ലിയർ ആയിട്ട് പറഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എടുക്കുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും ആണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മിസ് പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇനി ആ ഒരു കാര്യത്തിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നെന്നുള്ളത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിൽ ഒത്തിരി എന്താ പറയുന്നത്, എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. അതായത് ഈ പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഓഫീസ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്,
ആൻഡ് ഫിനാൻഷ്യൽ എക്സ്പെൻസസ്. ഇങ്ങനെ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസിൽ വരുന്നതാണ് സാലറി, ഇൻഷുറൻസ്, റെൻ്റ് ആൻഡ് ടാക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മിസ് അതിൻ്റെ തൊട്ട് താഴെ വേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്തുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത്? സാലറി എവിടെ എടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്നത്. വേജ് എടുക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇൻഷുറൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതൊരു ചിലവായത് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. മറൈൻ ഇൻഷുറൻസ് ആണെങ്കിൽ, അതായത് മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ എല്ലാ ഗുഡ്സ് ആൻഡ് അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കൊടുക്കുന്നത്. റെൻ്റ് ആൻഡ് ടാക്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കൊടുക്കേണ്ടത്. റെൻ്റ് റിസീവ്ഡ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കൊടുക്കേണ്ടത്? ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വരുന്നതാണ് ഓഫീസ് ലൈറ്റിംഗ്, ഹീറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രിസിയേഷൻ എന്നൊക്കെ പറയുന്നത് എവിടെയാണ് വരുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും. അതുപോലെ തന്നെ സെയിം അതിൻ്റെ വേറൊരു പേരാണ് ഫ്രൈറ്റ് ഔട്ട്വേർഡ് ആൻഡ് ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറയുന്നത്. സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ബാഡ് ഡെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുമാണ് കൊടുക്കേണ്ടത്. കമ്മീഷൻ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, കമ്മീഷൻ റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. ഡയറക്റ്റ് ഇൻകം ആണ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ. പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം കമ്മീഷൻ റിസീവ്ഡ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് കമ്മീഷൻ പെയ്ഡ്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ എക്സ്പെൻസസ്. ഡിസ്കൗണ്ട് ഓൺ സെയിൽ, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതെല്ലാം എന്താണ്? ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ആണ്. ഇനി നോക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ റാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പറയുന്ന റാം എന്ന് പറയുന്ന ആളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയ സമയത്ത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് 1,97,500 രൂപ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഇനി ഓരോ ഐറ്റംസും എന്താണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പോകാം. സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഡിസ്കൗണ്ട് അലൗഡ് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. പിന്നെ ഡിപ്രിസിയേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നമ്മൾ വന്ന കാര്യമാണല്ലേ. ഇതിൽ കൂടുതലൊന്നും ആയിട്ട് പറയുന്നില്ല. ഇൻഷുറൻസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ത് തന്നെയാണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. പിന്നെ റെൻറ്റ് എന്താണ്? എക്സ്പെൻസ് തന്നെയാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എന്താണെന്ന് ക്ലിയറായി എഴുതി വെച്ചതിന് ശേഷം മാത്രം പ്രോബ്ലം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമാറ്റ് വരയ്ക്കണം. ദാ ഇവിടെ ഹെഡിങ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ആരുടെയാണ്? ഈ റാം എന്ന് പറയുന്ന ആളുടെ 31 മാർച്ച് 2025 എന്താണ് വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വരുന്നത്. ഫോർമാറ്റ് വരയ്ക്കുക, ഹെഡിങ് കൊടുക്കുക, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളെയും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക അല്ലേ. എല്ലാ എക്സ്പെൻസുകളെയും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡാണ് എഴുതേണ്ടത്. ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ എമൗണ്ടുകളും എന്ത് ചെയ്യുക? ഇവിടെ എഴുതി വെച്ചതിന് ശേഷം ഗ്രോസ് പ്രോഫിറ്റ് ആയത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളതിൻ്റെ എമൗണ്ട് എഴുതുക. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, പിന്നെ എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇത്രയും മാത്രമാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം വരുന്നത്. അതും എഴുതിയതിന് ശേഷം ഏത് സൈഡാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് വന്നിരിക്കുന്നത് എന്ന് നോക്കുക. ആഡ് ചെയ്തതിന് ശേഷം എവിടെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നോക്കുക. ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ഏത് സൈഡാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്? ക്രെഡിറ്റ് സൈഡാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക?
എഴുതി വയ്ക്കുക. എത്രയാണ് എമൗണ്ട് എന്നുള്ളത് എഴുതി വെച്ചതിന് ശേഷം സെയിം എമൗണ്ട് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന എല്ലാ എമൗണ്ടുകളെയും ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് പ്രോഫിറ്റിന് ഇനി നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോക്കിക്കേ, എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ എന്താണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ഇത് വർക്കൗട്ട് ചെയ്യുക, ഇത് സോൾവ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ മിസ്സ് ജസ്റ്റ് ഒരു ക്ലൂ തരാം. അതായത് നെറ്റ് പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ട് വരുന്നത് 5950 നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ചെയ്ത് നോക്കുക, ഇത് തന്നെയാണോ വരുന്നത് എന്നുള്ളത് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു, ചെയ്തതെല്ലാം എന്താണ്, കറക്റ്റാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ക്യാരേജ് ഇൻവേർഡ് ആൻഡ് ക്യാരേജ് ഔട്ട്വേർഡും അതുപോലെ തന്നെ റിട്ടേൺ ഇൻവേർഡും റിട്ടേൺ ഔട്ട്വേർഡും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ്സ് ഒരു വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കൺസെപ്റ്റും ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിസ്സ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമ്മൾ അതിൽ പ്രോ ആയിട്ട് മാറുള്ളൂ അല്ലേ, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പറഞ്ഞു തന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിൽ കുറവ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാനായിട്ട് പാടില്ല. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക.